ഇന്നൊരു സിനിമ കാണാൻ പ്ലാൻ ചെയ്തിറങ്ങിയതായിരുന്നേ. 7:30ക്കായിരുന്നു സിനിമ. ഞങ്ങളിവിടുന്ന് ഒരുങ്ങി ഇറങ്ങിയപ്പം ഒരു 7:15 ഇവിടുന്ന് എന്തായാലും ഒരു 3/4 മണിക്കൂർ യാത്രയുണ്ട്. പിന്നെ എന്തിനാ ഈ പോകുന്നെ? വെറുതെ ഒരു രസം. ആകപ്പാടെ ഞങ്ങളുടെ സ്വഭാവത്തിലൊരു ഒരുമ എന്നുള്ളത് എവിടെ പോണെങ്കിലും ഇതേപോലെ ലേറ്റ് ആയിട്ടേ പോകുള്ളൂ എന്നുള്ളതാണ്. അതുകൊണ്ട് ഞങ്ങൾക്ക് ആ കാര്യത്തിൽ യാതൊരുവിധ പരിഭവങ്ങളും ഇല്ല. കുറുമാത്തൂർ എത്തിയപ്പോഴത്തേക്കും ഞങ്ങൾ സിനിമ കാണാൻ പോക്ക് അങ്ങനെ ക്യാൻസലാക്കി. എന്നാൽ പിന്നെ എന്തെങ്കിലും കഴിച്ചിട്ട് പോകാമെന്ന് വിചാരിച്ചു. സിനിമ കാണാൻ പോകാൻ പറ്റാത്തതിൻ്റെ യാതൊരുവിധ സങ്കടങ്ങളും ഞങ്ങളുടെ മുഖത്തില്ല. എനിക്ക് പിന്നെ എന്തെങ്കിലും കഴിക്കാൻ കിട്ടിയാൽ മതി. ചേട്ടാ ഇവിടുന്ന് ഷവർമ്മയായിരുന്നു ഓർഡർ ചെയ്തത്. ഞാൻ കഴിച്ചിട്ടില്ലാത്ത എനിക്ക് ഇഷ്ടമില്ലാത്തൊരു സാധനമായിരുന്നു. പക്ഷേ എന്തോ കഴിച്ചപ്പോൾ എനിക്ക് ഇഷ്ടപ്പെട്ടു. ഞാനൊരു അൽഫാമായിരുന്നു ഓർഡർ ചെയ്തത്. എൻ്റെ ഫുഡ് ഞാനങ്ങനെ ആർക്കും ഷെയർ ചെയ്യാറില്ല. ചൂടോടെ കഴിക്കാൻ ആബേൽ എന്തായാലും സമ്മതിക്കില്ല എന്ന് മനസ്സിലായി. അന്നേരപ്പം ഞാൻ വിചാരിച്ചു അവനെ ഒന്ന് കഴിപ്പിച്ച് സൈഡാക്കിയിട്ട് ആസ്വദിച്ച് പിന്നെ കഴിക്കാമെന്ന്. ഒരമ്മയൊക്കെ ആയിക്കഴിഞ്ഞാൽ പിന്നെ പണ്ടത്തെ പോലെ ചടപടേന്ന് കഴിച്ചിട്ട് എഴുന്നേറ്റ് പോകാനൊന്നും പറ്റത്തില്ലല്ലോ. അങ്ങനെ അവനെ കഴിച്ച് ഞാനൊന്ന് സൈഡാക്കി. അവൻ്റെ എക്സ്പ്രഷൻ കാണാൻ വേണ്ടിയിട്ട് ഞങ്ങൾ അവനൊരു കൂൾ ഡ്രിങ്ക്സ് ഒക്കെ കൊടുത്തു നോക്കി. ഒരടപ്പ് മാത്രം. ഞാൻ ഹാപ്പിയായിട്ടിരിക്കുക എന്ന് പറയുന്നത് ചെറിയൊരു കാര്യമാട്ടോ. ചെറിയ ചെറിയ കാര്യങ്ങൾ മതി എനിക്ക് സന്തോഷിക്കാൻ. ഇപ്പം തന്നെ നോക്കിക്കേ, സിനിമ കാണാൻ പോകാൻ പറ്റിയില്ല. പോട്ടെന്നേ, ആബേലിൻ്റെ അവൻ്റെ അപ്പേൻ്റെയും കൂടെ ഒരു നൈറ്റ് ഡ്രൈവിന് പോകാൻ പറ്റി. പുറത്തുനിന്ന് ഭക്ഷണം കഴിക്കാൻ പറ്റി. മതിയല്ലോ. ഹാപ്പിയായിട്ട് സമയം സ്പെൻഡ് ചെയ്യാൻ കിട്ടുക എന്ന് പറയുന്നത് തന്നെ വലിയൊരു കാര്യമല്ലേ. ആബേൽ എന്തായാലും നല്ല ഹാപ്പി ആയിരുന്നു. അവിടെ ഒരു കൊച്ചിറുക്കനുണ്ടായിരുന്നു. അവൻ്റെ ഭാഷയിൽ അവനോട് എന്തെല്ലോ വർത്താനം പറയുന്നുണ്ടായിരുന്നു. പോകാൻ നേരത്ത് പോവാന്ന് പറയുന്നത് മാത്രം മനസ്സിലായി. എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ കഴിക്കുന്ന ഭക്ഷണം നല്ല ആസ്വദിച്ച് നല്ല ഫിനിഷിംഗ് ആയിട്ട് നല്ല നീറ്റായിട്ട് കഴിക്കണം എന്ന് എനിക്കുണ്ടല്ലോ. അത് ആക്രാന്തം കൊണ്ടൊന്നല്ല. അങ്ങനെ ഞങ്ങൾ മുടിയൊക്കെ ശരിയാക്കി പോകാൻ നോക്കുമായിരുന്നു കേട്ടോ.